Hello, hi, welcome back to Learnino. Polytechnic lecturer electronics examine prepare ചെയ്യുന്നവർക്കുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ലേണിനോയുടെ കോഴ്സിലും സെയിം സ്റ്റഡി പ്ലാൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ 3 മന്ത്സ് കൊണ്ട്, അതായത് ഏകദേശം 90 ഡേയ്സ് കൊണ്ട് നമുക്ക് എൻറ്റയർ സിലബസ് കവർ ചെയ്ത് പഠിച്ച് റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം എന്നുള്ളത്. ഓക്കെ, സോ നമ്മുടെ ലേണിനോയിലുള്ള ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഫ്രീ ബുക്ക് ബണ്ടിൽ ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡഡ് ലെക്ചേഴ്സ് ആൻഡ് MCQസും PYQ ക്ലാസ്സസും ടെസ്റ്റ് സീരീസും പേഴ്സണൽ മെന്ററിംഗ് ആൻഡ് ഇന്ററാക്റ്റീവ് സെഷൻ വരുന്നതാണ് ക്രാഷ് കോഴ്സ്. ജൂൺ 2 മുതൽ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ ഡെയിലി സ്റ്റഡി ഗോള് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്യും. വാട്സപ്പ് ഒരു കമ്മ്യൂണിറ്റി, നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷനും ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. ജൂൺ 2 മുന്നേ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കാം. യെസ്, നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ലേണിംഗ്, റിവിഷൻ, മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ജൂൺ 2 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 28 വരെ. നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ആ മോഡ്യൂൾസിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്കിപ്പം വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മോഡ്യൂള് അതേപോലെ തന്നെ ലാസ്റ്റ് മോഡ്യൂളും M6-നുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റേജ് കുറവ്. പക്ഷെ M6-ൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ടോപ്പിക്സ് പഠിക്കാനുണ്ട്. M1 എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു വീക്ക്, അതായത് ജൂൺ 2 മുതൽ ജൂൺ 8 വരെ വരുന്ന ഫസ്റ്റ് വീക്ക് M1-നായിട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു വീക്ക് കൊണ്ട് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കും. അതിന്റെ മോക്ക് ടെസ്റ്റും നമ്മൾ ചെയ്യും. ആ ഒരു മോഡ്യൂൾ ടെസ്റ്റും നമ്മൾ ചെയ്യും. ഓരോ മോഡ്യൂൾസിനും നമ്മൾ മോഡ്യൂൾ ഹൈലൈറ്റ്, മാരത്തോൺ, MCQs, ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ വീക്ക്, അതായത് സ്റ്റഡി പ്ലാൻ തുടങ്ങി നമ്മൾ രണ്ടാമത്തെ വീക്കിൽ ജൂൺ 9 ടു ജൂൺ 22 2 ആഴ്ചയാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റേജും ഉണ്ട്, കൂടാതെ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ ജൂൺ 9 തൊട്ട് ജൂൺ 22 ആകുമ്പോഴത്തേക്കും നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ പഠിച്ചു കഴിയും. അതിന്റെ മോഡ്യൂൾ ടെസ്റ്റും ചെയ്ത് കഴിയും. മോഡ്യൂൾ ഹൈലൈറ്റും പഠിച്ച്, അതായത് ഓരോ മോഡ്യൂളും പഠിക്കുമ്പോൾ തന്നെ അത് റിവൈസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ജൂൺ 23 ടു ജൂലൈ 6 മോഡ്യൂൾ 3, 2 വീക്ക് നമ്മൾ മോഡ്യൂൾ 3-ന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. ജൂലൈ 7 ടു ജൂലൈ 20 മോഡ്യൂൾ 4, ജൂലൈ 21 ടു ഓഗസ്റ്റ് 3 മോഡ്യൂൾ 5, എഗെയിൻ 2 വീക്ക്. ദെൻ മോഡ്യൂൾ 6-ന് നമ്മൾ 2 വീക്സ് വെക്കുന്നുണ്ട്. മോഡ്യൂൾ 6 നമുക്ക് വെയിറ്റേജ് കുറവാണെന്നുണ്ടെങ്കിലും കുറച്ചധികം ടോപ്പിക്സ് അതിനകത്ത് കവർ ചെയ്യാനുണ്ട്. ലൈക്ക് നമുക്ക് പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC, മെഷറിംഗ് എക്യുപ്മെന്റ്സ്, അങ്ങനെ കുറെ ടോപ്പിക്സ് പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എഗെയിൻ 2 വീക്ക് വെക്കുന്നത്. നമുക്ക് ഏതെങ്കിലും പോർഷൻസ് അതിന് മുന്നേ ഉള്ളത് പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കവർ ചെയ്യുകയും ചെയ്യാം. എനിവേ ഓഗസ്റ്റ് 17 ആകുമ്പോഴത്തേക്കും നമ്മൾ എൻറ്റയർ സിലബസ് പഠിച്ചും കഴിയും, റിവിഷനും കഴിയും, മോഡ്യൂൾ ടെസ്റ്റും കഴിയും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എഗെയിൻ സെക്കൻഡ് റിവിഷൻ ആണ് നമ്മൾ ഓഗസ്റ്റ് 18 ടു ഓഗസ്റ്റ് 24 ചെയ്യാം. ഫസ്റ്റ് റിവിഷൻ നമ്മൾ ഓൾറെഡി ഓരോ മോഡ്യൂൾ കഴിയുമ്പോഴും നമ്മൾ റിവിഷൻ, നമ്മളെ എയുടെ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോ മോഡ്യൂളും കഴിയുമ്പോൾ നമ്മൾ അതിന്റെ റിവിഷൻ ഉണ്ട്. അതിന് മോഡ്യൂൾ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ പറയാം. റിവിഷനും ഉണ്ടാവും, മോഡ്യൂൾ ടെസ്റ്റും ഉണ്ടാവും, എക്സ്ട്രാ MCQസും നമ്മൾ സോൾവ് ചെയ്യാനുള്ളത് തരികയും ചെയ്യും. ഓക്കെ, അപ്പൊ സെക്കൻഡ് റിവിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് 18 ടു ഓഗസ്റ്റ് 24. ഓരോ ദിവസവും ഓരോ മോഡ്യൂൾ വെച്ച് റിവൈസ് ചെയ്യാം. ദെൻ എല്ലാ മോഡ്യൂൾസും കൂടെ ഒരു സിംഗിൾ ഡേ റിവൈസ് ചെയ്യാം. അങ്ങനെയാണ് 7 ഡേയ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഓഗസ്റ്റ് 25, 26, 27, അതായത് എക്സാം ആവുന്നത് വരെ പിന്നെ മോഡൽ ടെസ്റ്റ് ചെയ്യാൻ മാത്രമാണ്. മോഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് 100 മാർക്കിന് നിങ്ങൾ എങ്ങനെ എക്സാം എഴുതുന്നോ ആ രീതിയിൽ കൃത്യമായ വെയിറ്റേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക മോഡൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലപ്പുറം വേറൊരു സ്റ്റഡി പ്ലാൻ ഇല്ല. എല്ലാം കൃത്യമായിട്ട് വെൽ പ്ലാൻഡ് ആണ്. പഠിക്കാനുള്ള സമയം, റിവൈസ് ചെയ്യാനുള്ള സമയം, മോഡൽ ടെസ്റ്റ് ചെയ്യാനുള്ള സമയം, ഇതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ലേണിനോയുടെ ക്രാഷ് കോഴ്സിൽ. അപ്പൊ മറക്കണ്ട, ജൂൺ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുന്നേ തന്നെ ജോയിൻ ചെയ്യുക, ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.